friends, welcome back to my channel Let's Learn. So എൻ്റെ പേര് രേഷ്മ. അപ്പം എല്ലാവരും വീഡിയോസ് ഒക്കെ കാണുന്നത് പ്രതീക്ഷിക്കുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിൽ പറയുക, ഞാൻ ഉറപ്പായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ തീരുവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ ബാക്കിയുള്ള ടോപ്പിക്കും കവർ ചെയ്തു. നിങ്ങൾക്ക് എല്ലാ പാർട്സിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ഇടുന്നതാണ്. അപ്പം എപ്പോൾ വേണമെങ്കിലും കയറി സെർച്ച് ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ, നോക്കാം, പഠിക്കാം. എല്ലാവരും കൂടെ പഠിക്കുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ബിഗിൻ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കുന്നത് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ്. നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റം പഠിച്ചല്ലേ. സെൻട്രൽ നെർവസ് സിസ്റ്റം രണ്ട് പാർട്ടായിരുന്നു, സ്പൈനൽ കോഡും ബ്രെയിനും. സ്പൈനൽ കോഡും ബ്രെയിനും കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റമാണ് ഇന്നത്തെ ടോപ്പിക്ക്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലെ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എന്താണ് ഈ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം, എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം കൺട്രോൾ ചെയ്യുന്നത്, അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. നമുക്കറിയാം നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന റെസ്പോൺസസ്, അതിനൊക്കെ ഉള്ള ആക്ഷൻസ്, സ്റ്റിമുലൈ, അതിനൊക്കെയുള്ള ആക്ഷൻസ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് നെർവസ് സിസ്റ്റം. ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം ആണ് നമുക്ക് ഇന്നത്തെ ടോപ്പിക്ക്. നമുക്കറിയാം കുറച്ച് കോൺഷ്യസ് ആയിട്ടുള്ള റെസ്പോൺസിന് പുറമെ നമുക്ക് കുറേ അൺകോൺഷ്യസ് റെസ്പോൺസസ് ഉണ്ട് അല്ലേ. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെട്ടെന്ന് ഒരു പട്ടി കടിക്കാൻ വന്നു, അല്ലെങ്കിൽ പാമ്പ് വന്നു, ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറച്ച് ബോഡിയിൽ കുറച്ച് നമ്മൾ പോലും അറിയാതെ കുറച്ച് റെസ്പോൺസസ് ഉണ്ടാവും അല്ലേ. ഒരു എക്സാമ്പിൾ, നമ്മുടെ ഹേർട്ട് ബീറ്റ് തന്നെ റേസ് ആവും, നമ്മൾ വേർക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ തമാശയ്ക്ക് പറയും ഉമിനീര് ഇറങ്ങുന്നില്ല, വായിലെ വെള്ളം പറ്റിയെന്നൊക്കെ. പേടിച്ചിട്ടുണ്ടാവുന്ന കുറേ റിയാക്ഷൻസ്, ഷിവറിങ്, അതൊക്കെ എക്സാമ്പിളാണ് ഈ റിയാക്ഷൻ എല്ലാം. പട്ടിയെ കാണുമ്പോൾ, പാമ്പിനെ കാണുമ്പോൾ, നമുക്ക് പേടിയുള്ള എന്തിനേയും കാണുമ്പോഴും അങ്ങനെയുള്ള ചെറിയ റെസ്പോൺസസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവും. ആ റെസ്പോൺസസിനെ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന, അല്ലെ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബോഡിയിലെ പാർട്ടാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. അപ്പോൾ ആക്ടിവിറ്റീസ് ദാറ്റ് ടേക്ക് പ്ലേസ് ബിയോണ്ട് ദ കോൺഷ്യസ് ലെവൽ ആർ കൺട്രോൾഡ് ബൈ ദിസ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. നമ്മുടെ കോൺഷ്യസ് ലെവലിൻ്റെ അപ്പുറത്തുള്ള ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, ആ ചേഞ്ചസിനെ, ആ റെസ്പോൺസസിനെ കൺട്രോൾ ചെയ്യുന്ന ബോഡി സിസ്റ്റമാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. Activities that take place beyond our conscious level is controlled by the autonomous nervous system. It is a part of peripheral nervous system. Peripheral nervous system പാർട്ടാണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം. സോ എന്താണ് ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞല്ലേ, അതിനകത്ത് തന്നെ രണ്ട് സിസ്റ്റംസ് ഉണ്ട്, സിമ്പത്തറ്റിക്, പാരാസിമ്പത്തറ്റിക്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് പേടിയുള്ള സാധനത്തിനെ കണ്ടു, അത് പോയി, ഓക്കെ, നമ്മുടെ ബോഡിയിൽ റിയാക്ഷൻ ഉണ്ടായി, റിയാക്ഷൻ അത് അപ്പോഴേ ഇപ്പോൾ ഹേർട്ട് ബീറ്റ് റേസ് ആയി, സലൈവയുടെ പ്രൊഡക്ഷൻ നിന്നു, നമ്മുടെ ബോഡിയിൽ ഷിവറിങ്, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് എപ്പോഴും നടക്കാൻ പാടുണ്ടോ? ലൈക്ക് ആ പേടി പോയി കഴിഞ്ഞാൽ നമുക്കത് മാറണം അല്ലേ, നോർമൽ സ്റ്റേജിലേക്ക് നമ്മൾ വരണം. അതാണ് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക്. സിമ്പത്തറ്റിക് മീൻസ് നമ്മൾ പെട്ടെന്ന് പോലുണ്ടാകുന്ന സഡൻ റിയാക്ഷൻ, ഇതനുസരിച്ച് പേടിയുടെ ഒക്കെ കാരണം ഉണ്ടാകുന്ന സഡൻ റിയാക്ഷൻ. ആ റിയാക്ഷൻ്റെ കാരണം നമ്മുടെ ബോഡിയിലെല്ലാം ഹൈ ആവും, അല്ലെങ്കിൽ നോർമൽ ലെവലിൽ നിന്ന് മാറും. ഈ നോർമൽ ലെവലിൽ നിന്ന് മാറിയതെല്ലാം നമ്മുടെ നോർമൽ സ്റ്റേജിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. സോ സിമ്പത്തറ്റിക് സിസ്റ്റത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓർത്താൽ മതി. സോ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഫിയർ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്പോൺസ് ഉണ്ടാകുമ്പോഴോ ഈ സഡൻ കോൺഷ്യസ് ആയിട്ടുള്ള, അൺകോൺഷ്യസ് ആയിട്ടുള്ള ഈ റെസ്പോൺസസിനെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്നതും സിസ്റ്റമാണ് ഈ പാരാസിമ്പത്തറ്റിക്. സോ എന്തൊക്കെ റിയാക്ഷൻസ് ആണ് അപ്പം നമുക്ക് ഉണ്ടാകുന്നുണ്ട്, കുറേ പോയിന്റ്സ് ഉണ്ട്. നമ്മളത് ശരിക്കും കാണാൻ പഠിച്ചേ പറ്റത്തുള്ളൂ. നമുക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾക്ക് ഓൾറെഡി ഓർത്തിരിക്കാൻ പറ്റും. സലൈവയുടെ പ്രൊഡക്ഷൻ കുറയുന്നത് ഓർത്തിരിക്കാൻ പറ്റും, ഹേർട്ട് ബീറ്റ് ഇൻക്രീസ് ആവുന്നത് ഓർത്തിരിക്കാൻ പറ്റും, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് പോയിന്റ്സ് ഉണ്ട്, ആ പോയിന്റ്സ് നമ്മൾ കാണാൻ പഠിക്കണം. സിമ്പത്തറ്റിക്കിൽ, പാരാസിമ്പത്തറ്റിക് ഇത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പത്തറ്റിക്കിന് നേരെ ഓപ്പോസിറ്റ് എഴുതി കഴിഞ്ഞാൽ പാരാസിമ്പത്തറ്റിക് ആവും. സോ ഞാൻ ആ ടോപ്പിക് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം, നിങ്ങൾ എഴുതി വെച്ച് ഇത് പഠിക്കണം. സിമ്പത്തറ്റിക്, സിമ്പത്തറ്റിക്കിൽ പെട്ടെന്ന് നമുക്ക് റെസ്പോൺസ് ഉണ്ടായി, നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുമ്പോൾ, അതനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തൊക്കെ ചേഞ്ച് വരുന്നു? ഒന്ന്, ദ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡൈലേറ്റ്സ്. നമ്മൾ ഉറപ്പായിട്ട് നമ്മളെന്തെങ്കിലും കണ്ട് പേടിക്കുമ്പോഴത്തേക്ക് കണ്ണ് കള്ളുക എന്നൊക്കെ നമ്മൾ പറയും. അതുപോലെ തന്നെ പ്യൂപ്പിൾ ഇൻ ദ ഐ ഡൈലേറ്റ്സ്, പ്രൊഡക്ഷൻ ഓഫ് ദ സലൈവ ഡിക്രീസസ്. സെക്കൻഡ് പോയിന്റ്, നമ്മുടെ ഉറപ്പായിട്ടും നമ്മുടെ വായിലുള്ള സലൈവയുടെ പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കും. ട്രക്കിയ എക്സ്പാൻസ്, ട്രക്കിയ എക്സ്പാൻഡ് ആവും. ഹേർട്ട് ബീറ്റ് ഇൻക്രീസസ്, ഹേർട്ട് ബീറ്റ് ഉറപ്പായിട്ടും കൂടും. പിന്നെ ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് വിൽ സ്ലോ ഡൗൺ, ഗ്യാസ്ട്രിക് ആക്ടിവിറ്റീസ് സ്ലോ ഡൗൺ ആവുന്നു.
ഗ്ലൈക്കോജൻ ഈസ് കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ്. ഗ്ലൈക്കോജൻ നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദെൻ പെരിസ്റ്റാൾസിസ് ഇൻ ദ ഇൻറ്റസ്റ്റൈൻ സ്ലോസ് ഡൗൺ. പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞ പ്രോസസ്സ് നമ്മുടെ സ്ലോ ഡൗൺ ചെയ്യുന്നു. പ്രൊഡക്ഷൻ ഓഫ് ദ ഹോർമോണിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ആവുന്നു. ദെൻ യൂറിനറി ബ്ലാഡർ റീഗെയിൻസ് നോർമൽ സ്റ്റേജ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സിമ്പത്തറ്റിക്കിന്റെ പോയിന്റ്സ്. നേരെ ഓപ്പോസിറ്റ് ഓർക്കുക പാരസിമ്പത്തറ്റിക്. പ്യൂപ്പിൾ ഇൻ ദ ഐ കോൺട്രാക്ട്സ്. മറ്റേത് ഡൈലേറ്റ്സ് എന്ന് പറഞ്ഞ പോലെ ഇത് കോൺട്രാക്ട്. പ്രൊഡക്ഷൻ ഓഫ് ദി സലൈവ ഇൻക്രീസസ്. പ്രൊഡക്ഷൻ പഴയ നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ദെൻ ട്രക്കിയ കോൺട്രാക്ട്. ട്രക്കിയ എക്സ്പാൻഡഡ് ആയത് കോൺട്രാക്ട് ആവുന്നു. ദെൻ ഹേർട്ട് ബീറ്റ് ബിക്കം നോർമൽ. ഹേർട്ട് ബീറ്റ് നോർമൽ സ്റ്റേജിലേക്ക് വരുന്നു. ഗാസ്ട്രിക് ആക്ടിവിറ്റീസ് ബിക്കം നോർമൽ. ഗാസ്ട്രിക് ആക്ടിവിറ്റീസ് നോർമൽ ആവുന്നു. ഗ്ലൂക്കോസ് മറ്റേത് ഗ്ലൂക്കോജൻ കൺവേർട്ടഡ് ടു ഗ്ലൂക്കോസ് ആണെങ്കിൽ ഇവിടെ ഗ്ലൂക്കോസ് കൺവേർട്ടഡ് ടു ഗ്ലൈക്കോജൻ, നേരെ ഓപ്പോസിറ്റ്. ദെൻ പെരിസ്റ്റാൾസിസ് ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ ബിക്കംസ് നോർമൽ. പെരിസ്റ്റാൾസിസ് ഒരു നോർമൽ ലെവലിലേക്ക് പോകുന്നു. യൂറിനറി ബ്ലാഡർ കോൺട്രാക്ട്സ്. ഇത്രയാണ് പാരസിമ്പത്തറ്റിക്. സോ സിമ്പത്തറ്റിക് എല്ലാവരും കാണാൻ പഠിക്കണം. എന്നിട്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പാരസിമ്പത്തറ്റിക് എഴുതണം. സോ ഓട്ടോണോമസ് എന്താണെന്ന് പറഞ്ഞു. നമ്മൾ കോൺഷ്യസ് ലെവലിൻ്റെ അപ്പുറത്ത് നടക്കുന്ന ആക്ടിവിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓട്ടോണോമസ്. അതിൽ പാര പറഞ്ഞു, സിമ്പത്തറ്റിക് പറഞ്ഞു, സിമ്പത്തറ്റിക്കും പാരസിമ്പത്തറ്റിക്കും പറഞ്ഞു. സോ ഇത് ഷുവർ ആയിട്ടുള്ള ഡിഫറൻസ് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പം ഉറപ്പായിട്ടും ഓർത്തിരിക്കുക. ചിലപ്പം ഒരു എന്താ പറയുക, ഒരു കണ്ടീഷനോ ഒരു സിറ്റുവേഷനോ നമുക്ക് തരും. അവിടെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റി ആയിരിക്കും ചോദിക്കുന്നത്. ആ ചേഞ്ചസിൻ്റെ ചിലപ്പോൾ ചേഞ്ചസ് തരും. ഇതിൻ്റെ നോർമൽ സ്റ്റേജ് ആയിരിക്കും ചോദിക്കുന്നത്. അതൊക്കെ അത് ചിലപ്പം ട്രിക്കി ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. അപ്പം നമ്മൾ അത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലും ഇത്രയും പോയിന്റ്സ് പറയുന്ന രീതിയിൽ പഠിച്ചിരിക്കണം. സോ പിന്നെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ നെർവസ് സിസ്റ്റം അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും ചെറിയ ഡിസീസസ് അല്ലെങ്കിൽ ചെറിയ മൈന്യൂട്ടുള്ള ചേഞ്ചസ് മതി നെർവസ് സിസ്റ്റത്തിൻ്റെ ബാലൻസ് തെറ്റാനായിട്ട്. നെർവസ് സിസ്റ്റത്തിൻ്റെ ചെറിയ ഡിഫറൻസ് പോലും നമ്മുടെ ഫുൾ ബോഡീനെ അത് ബാധിക്കും, ഹെൽത്ത് ഇഷ്യൂസിനെ ഉണ്ടാക്കും. സോ നമുക്ക് ഒത്തിരി ഡിസീസസ് ഉണ്ട്. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യുന്ന ഒത്തിരി ഡിസീസസ് ഉണ്ട്. അതിൻ്റെ ഒരു 3 എക്സാമ്പിൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. 3 മെയിൻ ഡിസീസസ് ദാറ്റ് അഫക്ട്സ് അവർ നെർവസ് സിസ്റ്റം. ഒരു എക്സാമ്പിളായിട്ട് 3 എണ്ണം നമുക്കിവിടെ പഠിക്കാനുണ്ട്. ഷുവറായിട്ട് ചിലപ്പോൾ ഇത് കോളം തന്നിട്ട് എഴുതാതെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ല, എന്താണ് മാച്ച് ദ ഫോളോയിങ് പോലെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് 3 ഡിസീസസ്. എന്തൊക്കെയാണ്? അൽഷിമേഴ്സ്, പാർക്കിൻസൺ, എപ്പിലെപ്സി. ഷുവറായിട്ട് പഠിച്ചിരിക്കണം. നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഡിസീസസ് ആണ് അൽഷിമേഴ്സ്, പാർക്കിൻസൺ ആൻഡ് എപ്പിലെപ്സി. ഒന്നാമത്തെ അൽഷിമേഴ്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം അൽഷിമേഴ്സ് എന്താണെന്ന്. മെമ്മറി ലോസ് ഉണ്ടാവുന്നതാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഇനി എൻ്റെ കോസ്. ഒന്നാമത്തേത് അൽഷിമേഴ്സിൻ്റെ കോസ് അക്യുമുലേഷൻ ഓഫ് ആൻ ഇൻസോല്യൂബിൾ പ്രോട്ടീൻ ഇൻ ദ ന്യൂട്രൽ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ, ന്യൂറോൺസ് ഗെറ്റ് ഡിസ്ട്രോയിഡ്. നമ്മുടെ ന്യൂറൽ ടിഷ്യൂസ് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന കുറച്ച് ന്യൂറൽ ടിഷ്യൂസ് ഉണ്ട്. ആ ടിഷ്യൂസിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ നമ്മുടെ ന്യൂറൽ ടിഷ്യൂസിൽ വന്നിട്ട് ഡെപ്പോസിറ്റ് ആവും. ഈ ന്യൂറൽ ടിഷ്യൂസിൽ ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ന്യൂറോൺസ് ഡിസ്ട്രോയ് ആയി പോകും. ആ അസുഖമാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അൽഷിമേഴ്സ് കാരണം നമുക്ക് ലോസ് ഓഫ് മെമ്മറി ലോസ് ഉണ്ടാവുന്നു. ഇന്നബിലിറ്റി ടു റെക്കഗ്നൈസ് ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്. ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനോ മനസ്സിലാവാത്ത ഒരവസ്ഥ. ദെൻ ഇന്നബിലിറ്റി ടു ഡു എ റുട്ടീൻ വർക്ക്. നമ്മൾ ഡെയിലി ഡേ ടു ഡേ ലൈഫിൽ ചെയ്തു വന്ന റുട്ടീനായിട്ടുള്ള സാധനങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരവസ്ഥ. അതാണ് അൽഷിമേഴ്സ്. എന്താണ്? ഒരു ഇൻസോല്യൂബിൾ പ്രോട്ടീൻ നമ്മുടെ ന്യൂറൽ ടിഷ്യൂസിൽ വന്ന് ഡെപ്പോസിറ്റ് ആയിട്ട് നമ്മുടെ ന്യൂറോൺസ് ഒക്കെ ഡിസ്ട്രോയ് ആയി പോകുന്നത് കാരണമാണ് അൽഷിമേഴ്സ് ഉണ്ടാകുന്നത്. അൽഷിമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന ഒരു അവസ്ഥ, മെമ്മറി ലോസ് ആണ് അൽഷിമേഴ്സ്. ഇനി സെക്കൻഡ് അസുഖമാണ് നമ്മൾ പഠിക്കുന്നത്. സെക്കൻഡ് ഡിസീസ് ഈസ് പാർക്കിൻസൺ. പാർക്കിൻസൺ എന്ന് പറയുമ്പം ഡിസ്ട്രക്ഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് ഗാംഗ്ലിയോൺസ് ഇൻ ദ ബ്രെയിനിലുള്ള മറ്റൊരു സെല്ലാണ്. ഈ സെല്ലിൻ്റെ ഡിസ്ട്രക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ് പാർക്കിൻസൺ എന്ന് പറഞ്ഞ അസുഖം. പ്രൊഡക്ഷൻ ഓഫ് ദ ഡോപ്പമൈൻ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗെറ്റ്സ് റെഡ്യൂസ്ഡ്. നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് അല്ലെങ്കിൽ റെസ്പോൺസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതാണ് ന്യൂറോൺസ്. ന്യൂറോൺസിനകത്ത് റെസ്പോൺസ് ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കമ്പോണൻറ്റ് ഉറപ്പായിട്ടും വേണം. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ റെഡ്യൂസ് ആവും. ആ അസുഖമാണ് പാർക്കിൻസൺ. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റെഡ്യൂസ് ആയിട്ട് നമ്മൾ എന്തിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ടൈം എടുക്കുന്നത് കൂടുന്നു അല്ലേ. അപ്പം നമ്മുടെ റെസ്പോൺസ്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റെസ്പോൺസസിൻ്റെ അളവും കുറയുന്നു. അതാണ് പാർക്കിൻസൺ എന്ന് പറഞ്ഞ അസുഖം. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ദ ബോഡി ബാലൻസ്. നമ്മുടെ ബോഡിക്ക് ഒരു ബാലൻസ് ഉണ്ട്. ആ ബാലൻസ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേജ് ലോസ് ആവുന്നു. അതാണ് ലോസ് ഓഫ് ബോഡി ബാലൻസ്. ഇറഗുലർ മൂവ്മെന്റ് ഓഫ് ദ മസിൽസ് ഇറഗുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. കറക്റ്റ് റെസ്പോൺസ് ഒന്നുമല്ല നമുക്ക് കിട്ടുന്നത്. അതാണ് ഇറഗുലർ മൂവ്മെന്റ് ഓഫ് ദ മസിൽസ്. ഷിവറിങ് ഓഫ് ദ ബോഡി,
ബോഡിയിൽ വിറയൽ ഉണ്ടാവുന്നു. ദെൻ പ്രൊഫ്യൂസ് സലൈവേഷൻ നമുക്കറിയാം, സലൈവയുടെ അളവ് അത് കൂടുന്നു, ഒരുപാട് കൂടുന്നു. അതാണ് ഇതിനകത്ത് വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പം എന്തായിരുന്നു പാർക്കിൻസൺ എന്ന് പറഞ്ഞാൽ ഗാംഗ്ലിയോൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെല്ല്, ബ്രെയിനിലുള്ള സെൽസിൻ്റെ ഡിസ്ട്രക്ഷൻ ആണ്. അത് കാരണം നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ അളവ് ഒത്തിരി കുറയുന്നു. അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണ് നമ്മുടെ ബാലൻസ് ഓഫ് ദ ബോഡി തെറ്റുന്നു, നമുക്ക് മസ്കുലർ മൂവ്മെൻറ്റ്സ് ഒക്കെ ഇറഗുലറായിട്ട് മാറുന്നു, അതുപോലെ തന്നെ സലൈവേഷൻ കൂടുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്. ലാസ്റ്റ് ടോപ്പിക്കാണ് എപ്പിലെപ്സി. നമുക്കറിയാം, കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ഇൻ ദ ബ്രെയിനിലുള്ള ഇലക്ട്രിക് ചാർജസിൻ്റെ ഇറഗുലർ ഫ്ലോയിനെയാണ് എപ്പിലെപ്സി എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് ഇൻ ദ ബ്രെയിൻ ഈസ് നോൺ എസ് എപ്പിലെപ്സി. നമുക്ക് എന്താണെന്ന് എല്ലാവർക്കും അറിയാം, അപസ്മാരത്തിന് പറയുന്നതാണ് എപ്പിലെപ്സി. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത് ഇറഗുലർ ആയിട്ടുള്ള മസിൽസ് കോൺട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഇറഗുലർ മസിൽ കോൺട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഫ്രോത്തി ഡിസ്ചാർജ് ഫ്രം ദ മൗത്തിൽ നിന്നും ഫ്രോത്തി ആയിട്ടുള്ള ഡിസ്ചാർജ് ഉണ്ടാകുന്നു. നൊരയും പതയൊക്കെ വരിക നമ്മൾ പറയത്തില്ലേ, അത് തന്നെ. പിന്നെ ക്ലെൻഷിങ് ഓഫ് ദ ടീത്ത് ഫോളോയിങ് വിത്ത് ദ പേഷ്യൻറ്റ് ഫോൾ അൺകോൺഷ്യസ്. നമ്മൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരത്തിന് ശേഷം നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അതാണ് എപ്പിലെപ്സി അപസ്മാരമാണ്. കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ ചാർജസ് ഇൻ ബ്രെയിൻ. ഇലക്ട്രിക്കൽ ചാർജസ് ബ്രെയിനിലൂടെ ഇറഗുലറായിട്ട് പോകുന്നതിൻ്റെ കാര്യം ഉണ്ടാകുന്നതാണ്. സോ നമ്മുടെ ബോഡി അൺകോൺഷ്യസ് ഒരു അവസ്ഥയിലേക്ക് പോകുന്നു ഈ എപ്പിലെപ്സി കാരണം. അതുപോലെ മൗത്തിൽ നിന്നും ഫ്രോത്ത് വരുന്നു, ഇറഗുലർ ആയിട്ടുള്ള മസിലിൻ്റെ കോൺട്രാക്ഷൻ ഉണ്ടാവുന്നു. അതൊക്കെയാണ് എപ്പിലെപ്സി കാരണം ഉണ്ടാകുന്ന സിംറ്റംസ്. സോ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന 3 അസുഖമാണ് നമ്മൾ പഠിച്ചത്: അൾഷിമേഴ്സ്, പാർക്കിൻസൺ, എപ്പിലെപ്സി. അൾഷിമേഴ്സ് അറിയാലോ, ലോസ് ഓഫ് മെമ്മറി. അത് നമ്മുടെ ന്യൂറോൺസ് ഡിസ്ട്രക്ഷൻ കാരണം ഉണ്ടാവുന്നതാണ്. ജസ്റ്റ് പോയിന്റ്സ് ഓർത്തിരുന്നു കഴിഞ്ഞാൽ ന്യൂറോൺസിൻ്റെ ഡിസ്ട്രക്ഷൻ, ലോസ് ഓഫ് മെമ്മറി, ഇത്ര ഓർക്കാമല്ലോ. സെക്കൻഡ് ഈസ് പാർക്കിൻസൺ. അതെന്താണ്? ഗാംഗ്ലിയോൺസ് എന്ന് പറയുന്നതിൻ്റെ ഡിസ്ട്രക്ഷൻ, ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ കുറവ്, ന്യൂറോ ട്രാൻസ്മിറ്ററിൻ്റെ റിഡക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ്. ബാലൻസ് ഓഫ് ദ ബോഡി തെറ്റുന്നു, അതുപോലെ തന്നെ സലൈവേഷൻ കൂടുന്നു. ലാസ്റ്റ് വൺ എപ്പിലെപ്സി. ഇലക്ട്രിക്കൽ ചാർജസിൻ്റെ ഇറഗുലർ ഫ്ലോ കാരണം ഉണ്ടാകുന്നതാണ്. നമ്മുടെ ബോഡിയിലെ കോൺഷ്യസ്നെസ് നഷ്ടപ്പെടുന്നു, നമ്മുടെ ഫ്രോത്ത് ഒക്കെ വരുന്നു നമ്മുടെ മൗത്തിൽ നിന്ന്, അതുപോലെ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആയിട്ട് മാറുന്നു. ഇതൊക്കെയാണ് എപ്പിലെപ്സി. സോ ഇത് 3ആണ് നമ്മുടെ മെയിനായിട്ടുള്ള അസുഖങ്ങൾ നെർവസ് സിസ്റ്റത്തിനെ ബാധിക്കുന്നത്. സോ നമ്മുടെ ഈ മൊഡ്യൂളിലൂടെ അവസാനിക്കുകയാണ്. നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പഠിച്ചത്? ന്യൂറോൺസിനെ കുറിച്ച് പഠിച്ചു, ന്യൂറോ ട്രാൻസ്മിഷൻ, ന്യൂറോൺ വഴി ഇമ്പൾസിനെ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, ഇമ്പൾസ് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്ന് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ന്യൂറോണിൻ്റെ ഒരു ബേസിക് ന്യൂറോൺ സ്ട്രക്ചർ പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ നെർവസ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം പഠിച്ചു, സെൻട്രൽ നെർവസ് സിസ്റ്റം പഠിച്ചു, അതിനകത്ത് ബ്രെയിൻ സ്പൈനൽ കോഡ് പഠിച്ചു, ദെൻ ഓട്ടോണോമസ് നെർവസ് സിസ്റ്റം പഠിച്ചു, അതെന്താണെന്ന് പഠിച്ചു, സിമ്പത്തറ്റിക് പാരാസിമ്പത്തറ്റിക് രണ്ടും പഠിച്ചു. പിന്നെ നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യുന്ന 3 അസുഖങ്ങളെ കുറിച്ച് പഠിച്ചു: അൾഷിമേഴ്സ്, പാർക്കിൻസൺ ആൻഡ് എപ്പിലെപ്സി. ഇത് 3ആണ് നമ്മൾ ലാസ്റ്റായിട്ട് പറഞ്ഞു നിർത്തുന്നത്. സോ നമ്മൾ ഈ മൊഡ്യൂള് സെൻസേഷണൽ റെസ്പോൺസ് പറഞ്ഞ് ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വീഡിയോസ് കണ്ടിട്ട് ഈ മൊഡ്യൂൾ ക്ലിയർ ആയിട്ട് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ്, എന്തെങ്കിലും കാര്യങ്ങളുണ്ടല്ലേ, പറയുന്നതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയണം. ഷുവറായിട്ട് ഞാനത് ചെക്ക് ചെയ്യും. പിന്നെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇന്നിവിടെ തീരെയാണ്. സോ ബൈ, ടേക്ക് കെയർ.